മംഗലാകുന്നിൽ സ്വകാര്യ വ്യക്തിയുടെ ഓഡിറ്റോറിയത്തിന്റെ മതിൽ വീടിന്റെ മുകളിലേക്ക് ഇടിഞ്ഞു വീഴുമെന്ന ആശങ്കയിൽ ഒരു കുടുംബം. മംഗലാകുന്ന് മേലേതിൽ വാസുദേവനും കുടുംബവുമാണ് ആശങ്കയോടെ കഴിയുന്നത്. ഭാര്യയും 2 മക്കളും പ്രായമായ അമ്മയും ഉൾപ്പെട്ടതാണ് വാസുദേവന്റെ കുടുംബം. വാസുദേവന്റെ വീടിന് സമീപത്തുള്ള ഓഡിറ്റോറിയത്തിന്റെ മതിലാണ് വലിയ ഭീഷണിയായി നിൽക്കുന്നത്. കഴിഞ്ഞ മഴക്കാലത്ത് ഇവരുടെ വീടിന് മുകളിലേക്ക് മതിൽ വീണ് വലിയ രീതിയിലുള്ള നഷ്ടമാണ് സംഭവിച്ചത്. വീട് പണി നടന്നുകൊണ്ടിരിക്കവെയാണ് അന്ന് മതിൽ വീണത്. അതുകൊണ്ട് തന്നെ ആളപായമുണ്ടായില്ല. അശാസ്ത്രീയമായ രീതിയിലാണ് മതിൽ നിർമ്മിച്ചിട്ടുള്ളതെന്നും അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴായി ഇത് വീഴുന്നതെന്നും വാസുദേവൻ പറഞ്ഞു. കഴിഞ്ഞ വർഷമുണ്ടായ നാശനഷ്ടം മുഴുവനായും ഓഡിറ്റോറിയം ഉടമ പരിഹരിച്ചിട്ടില്ലെന്നും വാസുദേവൻ പറയുന്നു. ഈ മതിലിൻ്റെ പ്രശ്നം ഇതിൽ മുമ്പുണ്ടായ തന്നെയാണ്. ഇത് 4-5 കൊല്ലമായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കൊല്ലം ആവർത്തിച്ച് വീഴാണ്. എത്ര പറഞ്ഞാലും ഇത് അടിസ്ഥാനപരമായിട്ട് നല്ല രീതിയിൽ മതിൽ കെട്ടലില്ല. ഞങ്ങളിത് ഈ വീട് പണിയെടുത്ത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഇതേമാതിരി വീണ് ഈ പോഷം അങ്ങനെ പോയതാണ്. എന്നിട്ട് അതിൽ കഷ്ടി നേരേക്ക് തന്നു. എന്നിട്ട് അവർ പറഞ്ഞു ഞാൻ നേരെ തരാൻ ഞാൻ ആളുടെ ബാങ്ക് ഈ ഒരു ബാങ്ക് പ്രസിഡൻ്റാണ്. അയാളുടെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത പ്രകാരമാണ് ഞാൻ ഈ വീട് കെട്ടിയത്. പിന്നെ കുറച്ച് പൈസ കടം വാങ്ങിയതും കുറച്ച് പൈസ എൻ്റെ ഭൂമി വിറ്റും അങ്ങനെ കെട്ടിയ വീടാണിത്. ഇത് ഒരു പ്രാവശ്യം ഇതായിട്ട് പറ്റ പൊളിഞ്ഞിട്ട് അയാൾ കെട്ടിത്തന്ന് പിന്നെ അയാൾ പറഞ്ഞ് ബാങ്കിനാണ് ഇൻഷൂർ കിട്ടുക പറഞ്ഞിട്ട് ഞാൻ ഇൻഷൂർ എടുത്ത് ഞാൻ 8,10,000 റുപ്യ ചിലവാക്കി. അതിന് ₹1 കിട്ടിയില്ല. എൻ്റെ 80,000 റുപ്യ അടക്കം അയാൾ പിന്നെ തിരിച്ചു തന്നില്ല. അത് അയാളുടെ ബാങ്കിനുള്ളതാണ് പറഞ്ഞിട്ട് വാങ്ങി. എന്നിട്ട് ഈ വീടിൻ്റെ പണി മുഴുക്ക ചെയ്തു തന്നില്ല. അവിടെ ഇവിടെ കുറേ ഈ സിറ്റി സൺസൈഡൊക്കെ പൊളിഞ്ഞ് അങ്ങനെ കിടക്കുക. അത് പിന്നെ അയാൾ നേരെയാക്കിയിട്ടില്ല. അതൊക്കെ ഞാൻ ചെയ്തു. ഈ മുറ്റം ഇവിടെ ഈ വൃത്തിയാവാനും ഇതിന് ഞാൻ എത്ര പണം ചിലവാക്കി. ഇയാൾ ഓരോ പ്രാവശ്യം ഓരോ കൊല്ലം ഇതേമാതിരി ഇടിഞ്ഞു വീഴും മതിൽ. എന്നാൽ ഓഡിറ്റോറിയത്തിന്റെ മതിൽ 8 വർഷം മുന്നേ കെട്ടിയതാണെന്നും ആ സമയത്ത് അവിടെ വീടുണ്ടായിരുന്നില്ലെന്നും എന്നാൽ വീട് പണിയുടെ ഭാഗമായി മണ്ണെടുപ്പിന്റെ ഫലമാണ് മതിൽ തകരുന്നതെന്നുമാണ് ഓഡിറ്റോറിയം ഉടമയുടെ വാദം. താഴത്തുള്ള മതിൽ കെട്ടേണ്ടത് വീട്ടുടമയാണെന്നും ഓഡിറ്റോറിയം ഉടമ രാമകൃഷ്ണൻ പറഞ്ഞു. മണ്ണിടിഞ്ഞിട്ടുള്ള മതിലിടിഞ്ഞിട്ട് 2 പ്രാവശ്യം മതിലിടിഞ്ഞ് പോയി വടക്ക് ഭാഗത്ത്. ആ മതിൽ കെട്ടി റെഡിയാക്കി വെച്ചു. ഇപ്പോൾ ഈ അവരുടെ വീട് അവിടെ അല്ലായിരുന്നു. അതിന് കുറച്ച് പടിഞ്ഞാറ് ഭാഗത്താണ്. പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ഓടിട്ട വീടായിരുന്നു. ആ വീട് ഒഴിവാക്കിയിട്ട് കിഴക്കോട്ട് മാറിയിട്ടാണ് അവർ പുതിയ വീട് കെട്ടിയത്. 2 കൊല്ലമേ ഉള്ളൂ. ഓഡിറ്റോറിയത്തിന് മതിൽ കെട്ടിയിട്ട് 8 കൊല്ലത്തോളായി. 7 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ അതിന് മണ്ണിടിച്ചിട്ട് അവർ തറയൊക്കെ ആക്കി അതിൻ്റെ അപ്പുറത്താണ് നമ്മൾ മതിൽ കെട്ടി കൊടുത്തത്. ഇപ്പോൾ ഈ തറയും കൂടി അപ്പുറത്ത് മതിൽ കെട്ടണമെന്നാണ് പറയുന്നത്. തറ എൻ്റെ ഭാഗത്ത് പെട്ടതല്ല, ഞാൻ ഭാഗമല്ല. അതാണ് അവരെനിക്കത് തരികയാണെങ്കിൽ ഞാനത് കെട്ടിക്കൊടുക്കാം. അല്ല തറ അവരുടെ സ്ഥലത്ത് ഞാൻ മതിൽ കെട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സാധ്യമല്ല. അത്ര എനിക്ക് കാര്യത്തില്ല. അവരുടെ സ്ഥലത്ത് എൻ്റെ സ്ഥലത്ത് കൂടെ ഞാൻ മതിൽ കെട്ടി. അത് 7 കൊല്ലം മുമ്പേ ഉള്ള മതിലാണ്. അത് 2 പ്രാവശ്യം ഇടിഞ്ഞു പോയി വീണ്ടും കെട്ടി. അതിന് 2 കൊല്ലം മുമ്പാണ് അവർ വീട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത്. അപ്പോഴാണ് അവർ സ്ഥലം മാന്തിയിട്ട് ലെവലാക്കിയിട്ട് മുറ്റൊക്കെ ലെവലാക്കിയത്. കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്.